ഹായ് ഗൈസ്, നിങ്ങളുടെ മിക്കയെ കണ്ടോ? ഞാനിങ്ങനെ ഗൈസ് ഒന്നും പറയത്തില്ല. പണ്ടിവിടെ മോനിങ്ങനെ എപ്പോഴും ഗൈസ് പറയുന്നതിന് ഞാൻ വഴക്ക് പറയും. എപ്പോൾ നോക്കിയാലും അവൻ്റെ ഈ ക്യാമറ കാണും. എങ്ങോട്ട് ഞാൻ തിരിയുമ്പോഴും ഹായ് ഗൈസ്, ഹായ്. എഴുന്നേറ്റോ. നിങ്ങൾ നോക്കിക്കേ. ഞാനൊരു മണിക്കൂറായി ഇങ്ങനെ ഒന്ന് കിടത്തിയിട്ട്. എനിക്കെപ്പോഴും വിഷമം, ഇവൻ ഈ ടൈലേലേ കിടക്കത്തുള്ളൂ. എങ്ങനെ ഞാൻ നോക്കിയാലും അവൻ ഈ തുണിയേലോ അല്ലെങ്കിൽ ഒരു കുഷ്യൻ കൊണ്ടിട്ട് അതേലോ ഒന്നും കിടക്കത്തില്ല. അപ്പോൾ എനിക്കൊരു തണുപ്പല്ലയോ, കാലിനൊക്കെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. പക്ഷേ ഇപ്പം ഞാനുണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ ഇതിനകത്ത് പൊതിഞ്ഞ് കിടത്തി. എനിക്ക് കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഇങ്ങനെ കിടക്കുക. ഞാൻ ഓർത്ത് നിങ്ങളെ ഈ കിടപ്പൊന്ന് കാണിക്കാം. കണ്ടോ, സുഖം പറ്റി കിടക്കുന്നത് കണ്ടോ? ചാച്ചിക്കോ മോനെ ഇങ്ങോട്ട് നോക്കിക്കേ. ഉണ്ടോ, ഞങ്ങളുടെ അടുത്ത് കട്ടിൻ്റെ താഴെയാണ് ഇങ്ങനെ കിടക്കുന്നത്. താഴെയല്ല, ഇവനെ ഇങ്ങനെ കിടത്തും. പിന്നെ ഇവൻ പോയി ഇവന് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി കിടക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ അടുത്ത് ഇപ്പുറത്ത് വന്ന് കിടക്കും. എന്നിട്ട് ഇവൻ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ വെളുപ്പിനെ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയല്ലയോ, ഇന്ന് നമുക്ക് മഴയൊന്നും കാണത്തില്ലായിരിക്കും, നമുക്ക് കുളിപ്പിക്കണം, ഇതൊക്കെ പറഞ്ഞ്. ഇനി അങ്ങനെ കുളിപ്പിക്കണമെന്ന് കേട്ടതിനാണോ ഇങ്ങനെ കിടന്നതെന്നും അറിയാൻ വയ്യ. ഞാൻ കിടത്തിയതാണ്, ഇങ്ങനെ ഇതെല്ലാം കിടത്തി തലയണയൊക്കെ വെച്ച് പുതപ്പിച്ചിട്ടാണ് ഞാൻ എഴുതാനിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂറോളമായി ഈ കിടപ്പ. മറ്റേ ഇങ്ങനെ മിക്ക ഞാൻ കാണത്തേയില്ല. ഇങ്ങനെ കിടന്ന് നിൽക്കുമോനെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടോ ഈ ടൈലേൽ ഇങ്ങനെ കിടക്കുന്നതിന്? വേറെ എന്തോ മാർഗം കാണാനാ? ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ കുളിക്കണ്ടായോ? നമുക്കിന്ന് കുളിക്കണ്ടായോ? ഇങ്ങോട്ട് നോക്കി. അമ്മ താഴോട്ട് പോവാ കേട്ടോ. ഞാൻ പോവാ. വരുന്നോ? അമ്മ താഴോട്ട് പോട്ടെ. ശൂശിയൊക്കെ ഉണ്ടായോ? മുടിയൊക്കെ ഉഴപ്പി അങ്ങ് സൗന്ദര്യമൊക്കെ ഒന്ന് പോയി. എല്ലാം ചീകി വെക്കണം മോനെ. ഓക്കെ ഗൈസ്.